ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് അലീന ഫോൺ ചാർജിൽ വെച്ച് കിടക്കാൻ ബെഡ് ശരിയാക്കുമ്പോഴേക്കും സ്റ്റാൻലി റൂമിൽ വന്ന് ഡിസിപ്ലിനെ കുറിച്ചും ടേബിൾ മാനേഴ്സിനെ പറ്റിയുമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിന്ന് അലീന ചോദിക്കുന്നത്, പപ്പ ഡിസിപ്ലിൻ ആയിട്ടാണോ ജീവിക്കുന്നത്? എപ്പോഴും ഒരു കയ്യിൽ മദ്യവും മറ്റേ കയ്യിൽ സിഗരറ്റുമല്ലേ? അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പപ്പയ്ക്ക് അത് പെട്ടെന്ന് നിർത്താൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ വളരെ നാളുകളായി ഞാൻ ശീലിച്ചു പോന്നതാണ് ഇതെല്ലാം. പെട്ടെന്ന് അതൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പപ്പ, ഞാൻ ധിക്കരിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. സോറി പപ്പ എന്നൊക്കെ അലീന പറയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ സ്റ്റാൻലിയുടെ തലയിൽ വെളിച്ചം കയറുന്നുണ്ട്. ഏതായാലും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് സ്റ്റാൻലി. അലീനയുടെ മുഖം വാടുന്നത് നമ്മുടെ അപ്പച്ചനും ഇഷ്ടമല്ല. പതുക്കെ അവർ കൂട്ടാകുന്നുണ്ട്. പിന്നീട് മനു ഫോൺ എടുത്ത് അലീനയെ വിളിക്കുന്നു. അന്നേരം അലീന ഫോണിലൂടെ പറയുന്നത്, കേണൽ സാറുമായി ഞാൻ ഒരു ഏറ്റുമുട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്ന്. അത് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, കേണൽ സാറുമായി ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊക്കെ ആയോ നിനക്ക് എന്ന്. അതിന് അലീന പറയുന്നത്, എൻ്റെ പപ്പയല്ലേ, പപ്പയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണ്ടേ എന്ന്. അങ്ങനെ അവർ ഓരോ തമാശ പറഞ്ഞ് ചിരിച്ച് ഫോൺ വെക്കുന്നുണ്ട്. കുളത്തൂർ പുഴ എന്ന് പറഞ്ഞ് മനു അവിടെ നിന്ന് എന്ന് പറഞ്ഞ് മനു മനു അവിടെ ഒന്ന് പോകണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം അലീന വാങ്ങിക്കൊടുത്ത ഡ്രസ്സുമിട്ട് ബബിതയും കൃഷ്ണമോളുമൊക്കെ ബാലചന്ദ്രന്റെ കൂടെ പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ, നിങ്ങൾ അച്ഛനും മക്കളും ജയിച്ചു എന്ന് വിചാരിക്കണ്ട, ഓരോ നിമിഷവും തോറ്റുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് വൈജയന്തി. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, നീയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴേ മാഞ്ഞുപോയി, അപ്പോൾ പിന്നെ ജയിച്ചാൽ എന്താ തോറ്റാൽ എന്താ എന്ന്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിഷമത്തോടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ആരാ എന്ന്. അതിന് ബാലചന്ദ്രൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറയുന്നത്, മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ തിരിച്ചു കയറണമെങ്കിൽ എന്നോട് ചോദിക്കണം. എവിടേക്കെയോ അലഞ്ഞു തിരിഞ്ഞ് ഗതിയില്ലാതെ ഞാനില്ലാത്ത നേരം നോക്കി പതുങ്ങി വന്ന പ്രേതമാണ് നീ എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ബാലചന്ദ്രൻ. വൈജയും ബബിതയും വിഷമത്തോടെ ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് പ്രമോ ആയി കാണിച്ചത്. വൈജയുടെ എല്ലാ രഹസ്യങ്ങളും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടും ഇത്രയും മാന്യമായി പെരുമാറുന്നുണ്ട്. എന്നാൽ വൈജയാണെങ്കിലോ ഒരു പടി താഴാൻ കൂട്ടാക്കുന്നുമില്ല. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.